സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നിയമസഭാ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മുന്നിൽ ഒരു കത്തെത്തുകയുണ്ടായി. ഒരു കത്തെത്തി എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കന്മാരിൽ മുൻനിര നേതാവായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ KN ബാലഗോപാലാണ് അങ്ങനെ ഒരു കത്ത് കൊടുത്തത്. അതായത് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ ഒരു മുറി ആവശ്യമുണ്ട്. ആ മുറി ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവിനായി ഒരു മുറി വേണം എന്നുള്ളതാണ് ആ കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു, അതിന് മുറി അനുവദിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ രേഖാമൂലമായ ഒരു കത്തുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. മുന്നണിയുടെ അനുവാദത്തോടു കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ കത്തുണ്ടെങ്കിൽ മാത്രമേ രേഖാമൂലം സ്പീക്കർക്ക് അത് അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളൊക്കെ ദീർഘകാലം നിയമസഭാ സാമാജികനായിരുന്ന KN ബാലഗോപാലനും അറിയാം. സ്പീക്കർക്ക് ഇന്ന രീതിയിൽ മാത്രമേ അത് അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രോട്ടോകോൾ അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ സ്പീക്കർക്ക് അത് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് മന്ത്രിയായിരുന്ന ദീർഘകാലം നിയമസഭാ സാമാജികനായിരുന്ന KN ബാലഗോപാലിനത് കൃത്യമായി അറിയാം. അങ്ങനെയെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇങ്ങനെ ഒരു മുറി ആവശ്യപ്പെട്ടുകൊണ്ട് KN ബാലഗോപാൽ ഒരു കത്ത് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ KN ബാലഗോപാലിൻ്റെ ആ കത്തിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. പിണറായി വിജയൻ എന്ന നേതാവ് ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിൽ എത്തി നിൽക്കുന്നു. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ മട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ടുള്ള കേസുകൾ വരുന്നു. ഏത് നിമിഷവും മകൾ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ കേസിൽ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറേണ്ടതായി വരും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന CPM-ൻ്റെ വിപുലീകരിച്ച സംസ്ഥാന സമിതിയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇപ്പോൾ KN ബാലഗോപാലിൻ്റെ ഈ കത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ CPM-നകത്ത് പുകയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രദീപ് പറയാൻ വിട്ടുപോയെന്നൊരു സംശയമുണ്ട്. ഇപ്പോഴത്തെ കോൺഗ്രസ് മന്ത്രിസഭയിൽ ആരെക്കാൾ കൂടുതൽ രാധാകൃഷ്ണൻ മന്ത്രിസഭയുടെ ഭാഗമല്ല, സ്പീക്കറാണ് നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ടതാണ്. ആ നിഷ്പക്ഷമായ നിലപാടെടുക്കാനുള്ള പരിമിതമായ അവകാശം വെച്ച് തന്നെ പ്രതിപക്ഷത്തിൻ്റെ കൈവിട്ട കളികളെ നിയന്ത്രിക്കാനും ചോദ്യം ചെയ്യാനും രാധാകൃഷ്ണൻ തയ്യാറാവുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഇതേ ബാലഗോപാലൻ പിണറായി വിജയനോട് ഇത്തരം വല്ലതും പറയാൻ വായിൽ പഴമാണോ വല്ലതും പറയുക എന്നുള്ള അർത്ഥത്തിൽ നിയമസഭാ ഹാളിനുള്ളിൽ സെഷൻ നടക്കുമ്പോൾ വിളിച്ചു പറഞ്ഞ ബാലഗോപാലിനെ താക്കീത് ചെയ്യാൻ രാധാകൃഷ്ണന് മടിയുണ്ടായില്ല. ഇപ്പോൾ പക്ഷേ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ ഉപനേതാവിന് വേണ്ടി ഒരു മുറിയുണ്ട്. ഈ മുറി KN ബാലഗോപാലിന് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടത് KN ബാലഗോപാലാണ്. ഇത് ആവശ്യപ്പെടേണ്ടിയിരുന്നത് ഉറപ്പായിട്ടും നിയമസഭാ കക്ഷി യോഗം കൂടി ബാലഗോപാലിനെ തിരഞ്ഞെടുത്തു എന്നുള്ള പ്രോഗ്രാമിൻ്റെ മിനിറ്റ്സും ഒക്കെ ആയിട്ട് ഒരു അക്കമ്പനീഡ് ബൈ എ റെക്കമെൻഡേഷൻ ലെറ്റർ ഫ്രം CM പിണറായി വിജയൻ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ കൊടുത്ത് സ്പീക്കർക്ക് ഫോർവേഡ് ചെയ്യേണ്ട കാര്യമായിരുന്നത്. അതിന് പകരം ഞാൻ തന്നെ അങ്ങ് കൊടുത്താൽ മതി എന്നുള്ള മട്ടിൽ ബാലഗോപാൽ ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു മുറി വേണം. ആ മുറി എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ മുറിയാണ്. മറ്റുള്ളവരുടെ എല്ലാ മുറിയും ഇവരുടെ സ്പീക്കറിൻ്റെ അവിടുന്ന് പുറകിലാണ്. ഈ ഒരു മുറി മാത്രമേ ഉള്ളൂ ഫ്രണ്ട് റോയിൽ അകത്ത് കിട്ടത്തക്ക രീതിയിലുള്ളൊരു മുറി. അപ്പോൾ ആ മുറി കിട്ടണമെന്ന് ബാലഗോപാലിന് നിർബന്ധം. അപ്പോൾ ബാലഗോപാലിൻ്റെ പിന്നിൽ ബാലഗോപാലൻ തന്നെ ഏതായാലും ഇങ്ങനെ ഒരു ചാടി കയറി എഴുത്ത് കൊടുക്കുന്നതൊന്നുമില്ല. ഇങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ ബാലഗോപാലിനെ പ്രേരിപ്പിച്ചവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, പാർട്ടിയിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായും അവിടെയാണത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം, അല്ലെങ്കിൽ ആലോചിക്കേണ്ട കാര്യം. കാരണം നിയമസഭാ സാമാജികനായിരുന്ന KN ബാലഗോപാലിനറിയാം ഇങ്ങനെ ഒരു കത്ത് ബാലഗോപാൽ സ്പീക്കർക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്പീക്കർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. അപ്പോൾ മുന്നണിയുടെ ഉപനേതൃസ്ഥാനം ഇന്ന ആൾക്കാണെന്നുള്ളത് മുന്നണി തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൻ്റെ മിനിറ്റ്സ് അടക്കം ഇന്നയാളെ പ്രതിപക്ഷ ഉപനേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം, സഭാനാഥൻ എന്ന രീതിയിൽ സ്പീക്കറുടെ അനുവാദം അതിലുണ്ടായിരിക്കണം എന്നൊക്കെ കാണിച്ചുകൊണ്ട് കത്ത് കൊടുക്കണം. അത് ഔദ്യോഗികമായൊരു രീതിയാണ്. അത്തരത്തിൽ ഇല്ലാത്ത ഒരു കത്ത് കൊടുക്കുമ്പോൾ അതിൽ യാതൊരു പ്രസക്തിയില്ല എന്ന് KN ബാലഗോപാലിന് അറിയാം. അങ്ങനെയെങ്കിൽ KN ബാലഗോപാലിനെ കൊണ്ട് ഈ കത്ത് കൊടുപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഇത് പാർട്ടിക്കകത്ത് ഒരു ചർച്ചയാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ ഇപ്പോൾ ഡെമോക്ലീസിൻ്റെ വാള് പോലെ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്ന, ഏത് നിമിഷം വേണമെങ്കിൽ അത് പൊട്ടി വീഴാം. ആ സ്ഥാനം ഭ്രഷ്ടനായി പിണറായി വിജയൻ പാർട്ടിക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നുള്ളത് ഏതാണ്ട്
പിന്നാമ്പുറങ്ങളിൽ CPM-ൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അതേ തുടർന്ന് CPM-ൽ ചില ഗ്രൂപ്പുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ രൂപം കൊള്ളലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിണറായി വിജയനെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പോലും അതീവ നിശിതമായ വിമർശനങ്ങൾ ഉണ്ടായത്. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഒഴിയണം എന്നുള്ള തരത്തിലുള്ള അന്ന് അവിടെ പ്രസ്താവനകൾ ഉണ്ടായതും തുടർന്ന് വിപുലീകരിച്ച CPM-ൻ്റെ സംസ്ഥാന സമിതി ചേരുന്നത് വരെ തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുന്നു. കോഴിക്കോട് സെപ്റ്റംബറിൽ ചേരുന്ന ഈ സമിതിയിൽ അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് KN ബാലഗോപാലിൻ്റെ ഇത്തരത്തിലൊരു കത്ത് വരുമ്പോൾ തീർച്ചയായും പാർട്ടിയിലെ മറ്റ് സമുന്നതരായ പിണറായിയുടെ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ KM ബാലഗോപാലിനോടൊപ്പം അണിചേർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ സംശയിക്കരുതോ? തീർച്ചയായിട്ടും ഇപ്പം പിണറായിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഉപനേതാവായിട്ട് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെ തനിക്ക് ശേഷം എന്നുള്ള മട്ടിൽ റിയാസിനെ തന്നെയായിരിക്കും. വേറെ തൽക്കാലം ആ പേര് അങ്ങോട്ട് പറയാൻ പറ്റുന്ന പേരുകളൊന്നുമില്ല, ആരും തന്നെ ഇല്ല. അതിനു മുമ്പ് പലരുടെ പേര് നമ്മൾ സജസ്റ്റ് ചെയ്തെങ്കിൽ പോലും സെക്കൻഡ് പിണറായി കഴിഞ്ഞാൽ അടുത്ത നേതാവ് ഇവൻ വാസവൻ ഉണ്ടായാൽ ചിലപ്പോൾ വാസവനെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. വാസവനും തോറ്റു, അങ്ങനെയുള്ളവരെല്ലാം തോറ്റുപോയി, ഇലക്ഷന് തോറ്റു, ദയനീയമായിട്ട് രാജേഷ് തോറ്റു, രാജീവ് തോറ്റു. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? റിയാസിനെ വെല്ലുവിളിക്കുന്ന ഒരാൾ അവിടെ വരരുത്, ഫസ്റ്റ് ക്രൈറ്റീരിയനാണ്. അല്ല, ഇവിടെ മറ്റൊരു എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ ആകെ 35 സീറ്റാണ് LDF-ന് നിയമസഭയിൽ ഇപ്പോൾ ഉള്ളത്. പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ 99 സീറ്റിൽ നിന്നാണ് ഈ 35ലേക്ക് പോയിരിക്കുന്നത്. അതിൽ തന്നെ CPI-ക്ക് 8 സീറ്റുണ്ട്. അപ്പോൾ ബാക്കി 26 സീറ്റ് ഇവർക്കും 1 സീറ്റ് RJD-ക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPI-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വൻ നേരത്തെ തന്നെ പിണറായി വിജയനുമായി സംസാരിച്ചിട്ടുണ്ട്. അത് ഉപനേതാവ് അന്ന് പിണറായി വിജയൻ അത് അതീവ പരിഹരിക്കുന്ന പ്രശ്നമില്ല, അങ്ങനെ ഒരു പോസ്റ്റ് തന്നെ ഇല്ല. പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള നേതൃസ്ഥാനം എന്നൊരു പോസ്റ്റ് ഇല്ല, അതിൻ്റെ പേരിൽ ഇനി ചർച്ചയില്ല. അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ ആ പോസ്റ്റിനെ കുറിച്ചൊരു ചർച്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയനെ തള്ളിക്കളഞ്ഞതാണ്. ആ ഒരു സാഹചര്യവും KN ബാലഗോപാലിന് നന്നായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയനാണ്, തൊട്ടടുത്ത സ്ഥാനം അത് കഴിഞ്ഞ ഉപനേതാവ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് തൊട്ട് താഴെ താനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയും ആണോ, അതോ ഇനി പ്രതിപക്ഷ നേതാവ് തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വലിയ കാലതാമസമില്ല എന്നൊരു സന്ദേശം കൂടി ഈ കത്തിൻ്റെ പുറകിൽ അടങ്ങിയിരിക്കുന്നു? അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ചില അച്ചുതണ്ടുകൾ തന്നെയാണ് KN ബാലഗോപാലിനെ സ്പീക്കറുടെ അടുത്തേക്ക് തള്ളിവിട്ടത് എന്ന് വേണ്ടേ നമ്മളിവിടെ ഒരു ചർച്ചയിൽ ഇതേ വിഷയം തന്നെ പറഞ്ഞത്. ബാലഗോപാൽ ശ്രമിക്കുന്നത് പിണറായി വിജയൻ്റെ കീഴിൽ പ്രതിപക്ഷ ഉപനേതാവായാൽ ഏതെങ്കിലും കാരണവശാൽ പോകണം നമ്മളൊന്നും പറയുന്നില്ല. അവരെത്ര നാൾ വേണേൽ പിണറായി വിജയനെ കൊണ്ടുനടക്കട്ടെ, അതനുസരിച്ച് ആ പാർട്ടി വളരുകയോ ഇല്ലാതാവുകയും. അപ്പം ബാലഗോപാൽ ഉദ്ദേശിക്കുന്നത് ഉപനേതാവായാൽ ഏതെങ്കിലും കാരണവശാൽ ആരോഗ്യപരമായ കാരണങ്ങളാലാകാം, രാഷ്ട്രീയ കാരണങ്ങളാലാകാം, മറ്റെന്തെങ്കിലും കാരണത്താലാകാം പിണറായി വിജയൻ ആ സ്ഥാനത്തു നിന്ന് മാറിയാൽ ഓട്ടോമാറ്റിക് ചോയ്സായിട്ട് ബാലഗോപാലിന് ആ സ്ഥാനത്തേക്ക് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ബാലഗോപാലിനെ ചലഞ്ചായിട്ട് വേണം രവീന്ദ്രനാഥിനെ കൊണ്ടുവരാം. അങ്ങനെ വേറെ ഏതാനും പേരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. രണ്ടായാലും പിണറായി വിജയൻ അവിടെ നിന്ന് മാറും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കും. അത് ഇപ്പോൾ പറയണമെങ്കിൽ അതിനുള്ള ചില സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. പിണറായി വിജയന് മാറാതിരിക്കാൻ പറ്റില്ല. രണ്ട് സ്റ്റേറ്റിലെ ഇലക്ഷനുണ്ട്. അതുവരെ പിടിച്ചു നിൽക്കാനാണ് പിണറായി വിജയൻ ഓർക്കുന്നത്. അവിടെ CPM തോറ്റു കഴിയുമ്പോൾ MA ബേബിയുടെ ശക്തി കുറയും. CPM-ന് ഒരു സ്റ്റേറ്റ് ജയിക്കാൻ പറ്റില്ല, ഒരു MLA പോലും ജയിപ്പിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ ശക്തി വീണ്ടും കുറയുക. ആ അവസ്ഥയാണ് പിണറായി വിജയൻ നോക്കുന്നത്. ഇവിടെ ഇപ്പോഴും 19 പേരുണ്ടല്ലോ. കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ കേരളത്തിലാണ് 19 പേര് കോൺഗ്രസ്സുകാർ ഇവിടെ ഉള്ളത്. അതേ രീതിയിൽ കേരളത്തിൽ മാത്രമാണ് ഇപ്പോഴും CPM അവശേഷിക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഗണിക്കണം. ഇപ്പോഴും അവശേഷിക്കുന്നത് മറ്റിടത്തെങ്ങും ഇല്ല എന്നുള്ളത് അങ്ങ് പരസ്യമായിട്ട് സമ്മതിക്കുകയാണ്. അപ്പം ഞങ്ങളെ പരിഗണിക്കണം. ഞങ്ങളുടെ നേതാവ് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ്, അല്ലെങ്കിൽ കാരായി രാജനാണ്, ആ രീതിയിൽ, അല്ലെ മഹിളാ PP ദിവ്യാണ്, ഇങ്ങനെ പലരുടെ പേര് പറയാം. ആ അവസ്ഥ കാത്തിരിക്കുകയാണ് പിണറായി വിജയൻ. അല്ലെങ്കിൽ പിണറായി വിജയന് ഒരു ഓണറബിൾ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോവുക എന്ന് പറയുകയും അല്ലെ യഥാർത്ഥത്തിൽ പോവുകയും ചെയ്യുകയും ആ സമയത്ത് ചാർജ് ബാലഗോപാലിന് കൊടുത്തിട്ട് പിണറായി വിജയന് പോകാം. അപ്പോൾ ഇവിടെ ഈ പവർ ട്രാൻസാക്ഷൻ അതിൻ്റെ ട്രാൻസ്ഫർ വളരെ സ്മൂത്തായിട്ടും പിണറായി വിജയന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലും നടക്കും. എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ് ഈ കത്തിൻ്റെ പുറകിലുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. അതെന്താണെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.